പാലക്കാട് CPM-ൽ പൊട്ടിത്തെറി. പാർട്ടി ബന്ധമില്ലാത്തവരെ ഉൾപ്പെടുത്തി ലോക്കൽ സമ്മേളനം നടത്തിയെന്നാണ് ആരോപണം. കുഴിഞ്ഞാമ്പാറയിലാണ് സമാന്തര യോഗം ചേർന്നത്. നിഖിൽ പരമേശ്വർ വിവരങ്ങൾ വച്ചിരുന്നു. നിഖിൽ, നേരത്തെ പ്ലാൻ ചെയ്ത് വിളിച്ച ഒരു വിമത യോഗമാണെന്ന് അറിയുന്നു. കുഴിഞ്ഞാമ്പാറയിലെ പ്രശ്നം, നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട പ്രശ്നം പരിഹാരമില്ലാതെ തുടരലാണോ? തീർച്ചയായിട്ടും ഹാഷ്മി, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ വിമത വിഭാഗത്തിന്റെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനവും സമാന്തരമായി കൊഴിഞ്ഞാമ്പാറയിൽ നടക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ലെന്നാണ് വിമത വിഭാഗം പറയുന്നത്. കോൺഗ്രസിൽ നിന്നും വന്ന വ്യക്തിയെ ചട്ടങ്ങൾ ലംഘിച്ച് ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് ഈ ഭിന്നതയ്ക്ക് കാരണമായത്. എന്തായാലും ഈ വിമതരുടെ സമ്മേളനവും ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്മേളനവും ഇപ്പോൾ അടുത്തടുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സെക്രട്ടറിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നതെന്നും പാർട്ടി ബന്ധമില്ലാത്തവരെ ഉൾപ്പെടുത്തി ലോക്കൽ സമ്മേളനം ചേരുന്നു എന്നുമാണ് അവരുടെ ആരോപണം. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ സെക്രട്ടറി നേതൃത്വം നൽകുന്നുവെന്നും ഈ സമാന്തര വിഭാഗം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജില്ലയിലെ പൊട്ടിത്തെറി വ്യക്തമാക്കിക്കൊണ്ട് ഇവർ യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ലോക്കൽ സമ്മേളനം ചേരുന്ന അതേ ദിവസം അതേ സ്ഥലത്ത് വെച്ച് തന്നെ മറ്റൊരു സമാന്തര യോഗം കൂടി നടക്കുകയാണ് കൊഴിഞ്ഞാമ്പാറയിൽ. ഹാഷ്മി, ഈ വിഭാഗീയതയെ തുടർന്ന് ഈ കൊഴിഞ്ഞാമ്പാറ ലോക്കൽ കമ്മിറ്റി 2 സമ്മേളനം പലയാവർത്തി നടക്കാൻ കഴിയാതെ മാറ്റിവെച്ചതാണ്. അത് പിന്നെ നടത്തുമ്പോൾ അവിടെ ഒരു വിമതപക്ഷത്തിൻ്റെ ഒരു സമാന്തര യോഗം ഉണ്ടാവാതിരിക്കാൻ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങളൊന്നും നടന്നില്ലേ നിഖിൽ? തീർച്ചയായിട്ടും അത്തരത്തിൽ പ്രതിനിധികളെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഔദ്യോഗിക സമ്മേളനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ സമാന്തര വിഭാഗം പറയുന്നത്, വിമതർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ പൂർണ്ണമായുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് വിമത വിഭാഗം പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഈ വിമത വിഭാഗത്തിന്റെ യോഗം ചേരുന്നത്. അവർ പറയുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല, പൂർണ്ണമായി പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാദം. ഈ കോൺഗ്രസിൽ നിന്നും വന്ന ഒരു പാർട്ടി ബന്ധവുമില്ലാത്തയാളെ പൊടുന്നനെ ഒരു ദിവസം ഈ സമ്മേളനം ലോക്കൽ സെക്രട്ടറി ആക്കിയതാണ് ഈ ഭിന്നതയ്ക്കൊക്കെ കാരണമാക്കിയത്. അത് ജില്ലാ സെക്രട്ടറിയുടെ നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിടുന്ന സാഹചര്യം അടക്കം ഉണ്ടാകുമെന്നുള്ള ഒരു ഭീഷണി, ഒരു മുന്നറിയിപ്പ് കൂടി ഈ വിമത വിഭാഗം നൽകുന്നു. എന്തായാലും ഇരു വിഭാഗത്തിന്റെയും സമ്മേളനങ്ങൾ ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ പുരോഗമിക്കുകയുമാണ്. ഹാഷ്മി, ഇത് നേരത്തെ മാറ്റിവെച്ചു, പിന്നെയും ചേരുന്നു. അപ്പോൾ വിമത യോഗം ചേരുന്നുവെങ്കിൽ അവിടെ ഏത് വിഭാഗത്തിനാണ് കൂടുതൽ ശക്തി എന്നറിയിക്കാനുള്ള ശക്തി പ്രകടന വേദി കൂടിയല്ലേ കൊഴിഞ്ഞാമ്പാറയിലെ വിമതർക്ക് ഈ അവസരം നിഖിൽ? നമുക്കിപ്പോൾ ഈ വിമത വിഭാഗത്തിന്റെ യോഗം കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്, ആളുകളുടെ സാന്നിധ്യമുണ്ട്. അതായത് പ്രതിനിധികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഔദ്യോഗിക വേദിയിലെത്തി ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. നിലവിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഈ വിഷയത്തിൽ നിലവിൽ പ്രതികരണം അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത്. എന്തായാലും കൊഴിഞ്ഞാമ്പാറയിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ പരസ്യമായ പ്രതിഷേധവുമായി അവർ രംഗത്തെത്തുമ്പോൾ ചില കാര്യങ്ങൾ, ചില സൂചനകൾ കൊഴിഞ്ഞാമ്പാറയിലെ CPM പ്രവർത്തകർ നൽകുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായുള്ള പരാതിയാണ് അതൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ സമ്മേളനം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടത്തണമെന്ന് കരുതിയിരുന്നെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോവുകയായിരുന്നു. ഇതിപ്പോൾ കൃത്യമായി ഔദ്യോഗിക വിഭാഗം സമ്മേളനം നടത്തുന്ന അതേ ദിവസം തന്നെ സമാന്തര വിഭാഗവും സമ്മേളനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള തങ്ങളുടെ പ്രതിഷേധവും അതോടൊപ്പം തന്നെ കൃത്യമായ തങ്ങളുടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള സൂചന കൂടി പാർട്ടിക്ക് നൽകുകയാണ് ഇവർ ലക്ഷ്യമിടുന്നത്. നിഖിൽ പരമേശ്വരാണ്. നേരത്തെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗമായ സതീഷ്, ഏരിയ കമ്മിറ്റി അംഗം V ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആദ്യം നമ്മൾ ആ തെരഞ്ഞെടുപ്പ് ദിവസം ചേർന്ന യോഗത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അന്ന് കൊഴിഞ്ഞാമ്പാറയിൽ അവിടെ പങ്കെടുത്തതാണ്. കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം തട്ടകം കൂടിയാണ്. ആ തട്ടകത്തിൽ ഉണ്ടാകുന്ന ആ വിമത നീക്കങ്ങൾ നേതൃത്വത്തിന് ഏത് രീതിയിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയും എന്നത് കാത്തിരുന്ന് കാണാം.